194 രാജ്യങ്ങൾ, 32 ലക്ഷത്തിലധികം ആരാധകർ, ലോകം മൊത്തം കൊണ്ടാടിയ ഓഫ് റോഡ് രാജാവ്. അതായിരുന്നു സുസുക്കി ജിംനി. 2023-ൽ ഇന്ത്യയിലേക്ക് ജിംനി വരുന്നു എന്ന് കേട്ടപ്പോൾ ഓഫ് റോഡ് പ്രേമികൾ ആവേശത്തിലായിരുന്നു. ലോഞ്ചിന് മുൻപ് തന്നെ 30,000 ബുക്കിംഗ്. വെയിറ്റിംഗ് പീരിയഡ് 1 വർഷം വരെ പോകുമെന്ന് കരുതിയ വണ്ടി. പക്ഷേ ഇന്ന് അവസ്ഥ എന്താണ്? 2025 ഡിസംബറിലെ കണക്ക് നോക്കിയാൽ 9,000-ന് മുകളിൽ ഥാർ വിറ്റഴിച്ചപ്പോൾ ജിംനി വിറ്റത് വെറും 757 എണ്ണം മാത്രം. അതെ, വെറും 757. ലോകം മുഴുവൻ ഹിറ്റായ ജിംനിക്ക് ഇന്ത്യയിൽ എവിടെയാണ് പിഴച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാർ ഈ വണ്ടിയെ പരിഗണിക്കാത്തത്? നമുക്ക് നോക്കാം. ജിംനിയുടെ കാര്യം നോക്കുന്നതിന് മുൻപ് ഇതിന്റെ ഒരു ചെറിയ ചരിത്രം അറിയണം. ജിംനിയുടെ പൂർവികൻ നമ്മുടെ പഴയ മാരുതി ജിപ്സി ആയിരുന്നു. ഏതാണ്ട് 33 വർഷം ഇന്ത്യ ഭരിച്ച വണ്ടി. പട്ടാളക്കാരും ഓഫ് റോഡ് പ്രേമികളും ഒരുപോലെ പ്രണയിച്ച വണ്ടി. പക്ഷേ ജിംനിയുടെ 4ാം തലമുറ ആഗോളതലത്തിൽ 2018-ൽ ഇറങ്ങിയെങ്കിലും ഇന്ത്യയിലെത്തിയത് 5 വർഷം വൈകി, അതായത് 2023-ൽ. ഇവിടെയാണ് മാരുതിക്ക് പറ്റിയ ഒന്നാമത്തെ അബദ്ധം. ഈ 5 വർഷം കൊണ്ട് മഹീന്ദ്ര അവരുടെ പുതിയ ഥാറിനെ ഇറക്കി ഇന്ത്യൻ മാർക്കറ്റ് മൊത്തം പിടിച്ചടക്കിയിരുന്നു. വണ്ടി വരാൻ വൈകിയത് തന്നെയാണ് ജിംനിയുടെ ആദ്യത്തെ പരാജയം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മലയാളികൾക്ക് വണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഗമ വേണം. ഥാറിനടുത്ത് ജിംനി കൊണ്ടുവച്ചാൽ ഒരു കളിപ്പാട്ടം ഇരിക്കുന്നത് പോലെയുണ്ട് എന്ന് പലരും പറയാറുണ്ട്. ഥാർ നല്ല മസ്കുലറാണ്, റോഡിലിറക്കിയാൽ ആൾക്കാരൊന്ന് നോക്കും. എന്നാൽ ജിംനി വളരെ കോമ്പാക്റ്റ് ആണ്. 5 ഡോർ വന്നിട്ടും ഥാറിന്റെ ആ ഒരു റോഡ് പ്രസൻസ് ജിംനിക്ക് കിട്ടിയില്ല. വലിയ ടയറുകളും പവറുമൊക്കെയുള്ള ഒരു ഓഫ് റോഡർ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ജിംനിയുടെ ആ മെലിഞ്ഞ രൂപം അത്ര ദഹിച്ചില്ല എന്നതാണ് സത്യം. അടുത്തതും പ്രധാനപ്പെട്ടതുമായ കാരണം വില. ജിംനി ലോഞ്ച് ചെയ്തപ്പോൾ മാരുതിയിട്ട പ്രൈസ് ടാഗ് കണ്ട് പലരും നെറ്റിച്ചുളിച്ചു. ഏതാണ്ട് 14 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതേ സമയത്താണ് മഹീന്ദ്ര അവരുടെ പുതിയ ഥാർ റിയർ വീൽ ഡ്രൈവ് വെറും 11-12 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റിലിറക്കിയത്. ഓഫ് റോഡിങ്ങിന് പോകാതെ വെറും ഷോയ്ക്ക് വേണ്ടി വണ്ടി വാങ്ങുന്നവർക്ക് 11 ലക്ഷത്തിന്റെ ഥാർ കിട്ടുമ്പോൾ എന്തിന് 15 ലക്ഷം കൊടുത്ത് ജിംനി വാങ്ങണം? ജിംനിയുടെ അകത്തെ ക്വാളിറ്റിയും ഫീച്ചേഴ്സും നോക്കിയാൽ ഈ വില ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ലായിരുന്നു. പെർഫോമൻസിന്റെ കാര്യത്തിലും ജിംനി പിന്നിലായിപ്പോയി. വെറും 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ജിംനിക്കുള്ളത്, വെറും 103 bhp പവർ. എന്നാൽ ഥാർ നോക്കൂ, പെട്രോളും ഡീസലുമുണ്ട്, കൂടാതെ 150 bhp വരെ പവർ നൽകുന്ന കരുത്തുറ്റ എഞ്ചിനുകൾ. ഓഫ് റോഡിങ്ങിൽ ജിംനി പുലിയാണെന്ന കാര്യത്തിൽ സംശയമില്ല, കാരണം അതിന്റെ ഭാരക്കുറവ് വലിയൊരു ഗുണമാണ്. പക്ഷേ ഒരു ഫാമിലി കാറായി ഉപയോഗിക്കുമ്പോൾ ഹൈവേകളിൽ പവർ കുറവാണെന്ന പരാതി വ്യാപകമായി ഉയർന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജിംനി ഒരു മോശം വണ്ടിയായതുകൊണ്ടല്ല ഇന്ത്യയിൽ ചെയ്യപ്പെട്ടത്, മറിച്ച് വൈകി വന്ന ലോഞ്ചും മോശമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഥാർ സൃഷ്ടിച്ച ആധിപത്യവുമാണ് ജിംനിയുടെ വഴിമുടക്കിയത്. അവസാനം സ്റ്റോക്ക് തീർക്കാൻ ലക്ഷക്കണക്കിന് രൂപ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നു കമ്പനിക്ക്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും ജിംനിയുടെ സൈസ് തന്നെയായിരുന്നു പ്രധാന ശത്രു. പോരാത്തതിന് ഒടുക്കത്തെ വിലയും പെട്രോൾ എഞ്ചിനും. ഇതെല്ലാം ജിംനി ആരാധകരെ കൂടുതൽ നിരാശയിലാക്കിയേക്കാം. നിങ്ങളൊരു കടുത്ത ഓഫ് റോഡ് പ്രേമിയാണെങ്കിൽ ഇന്നും ജിംനി ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. പക്ഷേ ഒരു സ്റ്റാറ്റസ് സിംബൽ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന് ജിംനി ഒരു ചോയ്സ് അല്ലാതെയായി മാറിയേക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ജിംനിയെ ഇന്ത്യക്കാർ തഴയാൻ ഇതിലേത് കാരണമാണ് കൂടുതൽ സ്വാധീനിച്ചത്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വാഹന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.